നിങ്ങളുടെ മെഷീനിന് നൂല് പൊട്ടുന്ന പ്രശ്നം അതേപോലെ തന്നെ നൂല് കട്ട പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യം നമ്മുടെ സൂചിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡബിൾ മെഷീനാണിത് കേട്ടോ. അപ്പോൾ ഡബിൾ മെഷീൻ്റെ സൂചിയുടെ കടഭാഗം ഇങ്ങനെ ഉരുണ്ടിട്ടായിരിക്കും ഫുള്ളായിട്ട്. പിന്നെ ഒരു സൈഡ് ഇങ്ങനെ ചാല് പോലെ ഉണ്ടാവും, അപ്പുറത്തെ സൈഡ് ഇങ്ങനെ നല്ല കട്ടിങ് ആയിട്ട് ഇങ്ങനെ നല്ല മിനുസായിട്ടുള്ള ഭാഗമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റൗണ്ടാണ് നമ്മുടെ സൂചി വരുന്നത് ഫുള്ളായിട്ട്. സിംഗിൾ മെഷീനാണെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ പരന്ന പോലെ ആയിരിക്കും, ഒരു ഭാഗം ഉരുണ്ടിട്ടായിരിക്കും കേട്ടോ. ഡബിൾ മെഷീൻ ഫുള്ളായിട്ട് ഉരുണ്ട സൂചിയാണ്. അപ്പോൾ ഈ ചാല് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഇടത് ഭാഗത്തേക്കാണ് വരേണ്ടത്. നല്ല ഭാഗം അത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കേട്ടോ. ചാല് ഭാഗം നമ്മളുടെ ഇടത് ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്, അത് ശ്രദ്ധിക്കുക. പിന്നെ സൂചി ഇടുമ്പോൾ നമ്മൾ നല്ലോണം ആ സൂചി വെക്കുന്ന ഭാഗത്ത് കയറ്റിയിട്ട് അവിടെ ടച്ച് ചെയ്യണം കേട്ടോ. ഫുള്ളായിട്ട് തട്ടിയതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത കാരണം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ പ്ലേറ്റ് ഒന്ന് അഴിച്ച് നോക്കാം. മെഷീൻ്റെ ഉള്ളിൽ ഒരുപാട് തയ്ക്കുന്നവരാണെങ്കിൽ നിറയെ നൂല് പൊടികളൊക്കെ ഉണ്ടാവും. നമ്മൾ തുണിയൊക്കെ ഒരുപാട് തയ്ക്കുമ്പോൾ അതിൻ്റെ പൊടിയും പഞ്ഞൊക്കെ നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ പഞ്ഞി പോലെ ഉണ്ടാവും. ഇതേപോലെ കണ്ടില്ലേ, നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ ഒരുപാട് അഴുക്കുകളുണ്ട്. മാസത്തിലൊരിക്കലൊക്കെ എപ്പോഴെങ്കിലും അടിക്കുന്നവരാണെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ വൃത്തിയാക്കിയാൽ മതി. എപ്പോഴും തയ്ക്കുന്നവരാണെങ്കിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും മെഷീൻ അഴിച്ച് ഇതേപോലെ ക്ലീൻ ചെയ്ത് ഓയിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ നൂല് ആണെങ്കിൽ പോലും നമ്മുടെ മെഷീൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്രഷൊക്കെ വെച്ച് അതിനുള്ളിലത്തെ പഞ്ഞി നൂലൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഓയിൽ കൊടുക്കാം. അതേപോലെ വീലൊന്ന് കറക്കി നോക്കുക. വീല് കറക്കിയിൽ അതിനുള്ളിൽ ചെറിയ നൂലാണെങ്കിലും അതെടുത്ത് ഒഴിവാക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ കാണിക്കും നമ്മുടെ മെഷീന്. അപ്പോൾ ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, വീണ്ടും നമ്മളതൊക്കെ തുടച്ച് നമ്മൾ പ്ലേറ്റ് അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ബോബിൻ കേസാണ് നോക്കേണ്ടത്. ബോബിൻ കേസിൽ ഇതുപോലെ നൂലിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ നൂല് കട്ട പിടിക്കും. പിന്നെ ഒരുപാട് ടൈറ്റ് ആയാലും നമ്മുടെ നൂല് എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഒരുപാട് ടൈറ്റും ചെയ്യരുത്, എന്നാൽ ഒരുപാട് ലൂസും ആക്കരുത്. അടുത്തത് നോക്കേണ്ടത് നമ്മുടെ ടെൻഷനാണ്. ഇവിടെ നൂല് കോർക്കുമ്പോൾ ഇവിടെയും ഒരുപാട് ടൈറ്റ് ആവരുത്, എന്നാലും ഒരുപാട് ലൂസും ആവരുത്. വലിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരികയും വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ആണെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കുക. അടുത്തത് നോക്കേണ്ടത് നമ്മുടെ നൂലാണ്. നൂല് പഴയതാണെന്നുണ്ടെങ്കിൽ തയ്ക്കുന്ന സമയത്ത് എപ്പോഴും പൊട്ടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ നൂലാണ്. നൂലൊന്ന് വലിച്ച് നോക്കുക. പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ നൂല് മാറ്റി കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എല്ലാവരും.